നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലൈലത്തുൽ ഖദ്റിനെ നമുക്ക് പല രീതിയിലും പരിചയപ്പെടുത്തി തന്നു. അതിന്റെ പ്രത്യേകതകൾ ഒരുപാട് പറഞ്ഞു തന്നു. മൻ ഖാമ ലൈലത്തുൽ ഖദ്ർ ഈമാനൻ വഹ്തിസാബൻ ഗുഫറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി വമാ തഅഖർ. ആരെങ്കിലും ലൈലത്തുൽ ഖദ്ർ രാത്രിയിൽ നിന്ന് നിസ്കരിച്ചാൽ, ആ രാവിൽ ആരെങ്കിലും നിന്ന് നിസ്കരിച്ചാൽ, ഈമാനൻ വഹ്തിസാബൻ, അല്ലാഹുവിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ടും, വഹ്തിസാബൻ അവന്റെ പ്രതിഫലം കാക്ഷിച്ചുകൊണ്ടും. പ്രതിഫലം കാക്ഷിക്കുക എന്നുള്ളത് അതൊരു പോസിറ്റീവ് എനർജി തരുന്ന ഒരു പദപ്രയോഗമാണ്. നരകത്തെ ഭയക്കുക എന്നല്ല പറഞ്ഞത്. നോമ്പിനെ കുറിച്ച് പറയുന്നു അങ്ങനെ തന്നെ. മൻ സ്വാമ റമളാന ഈമാനൻ വഹ്തിസാബൻ, വിശ്വാസം അർപ്പിച്ചുകൊണ്ടും അവൻ അള്ളാഹുവിന്റെ പ്രതിഫലം കാക്ഷിച്ചുകൊണ്ടും. നരകത്തെ ഭയന്നുകൊണ്ടല്ല, പ്രതിഫലം കാക്ഷിച്ചുകൊണ്ട്. നാം ആരാധനകൾ അർപ്പിക്കുമ്പോൾ നിർബന്ധമായ ആരാധനകൾ മാത്രം അർപ്പിക്കരുത്. നിർബന്ധമായ ആരാധനകൾ മാത്രം അർപ്പിക്കുന്നവനെ കുറിച്ച് നമുക്ക് പറയാം, അവൻ അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയന്നുകൊണ്ട്, നരകത്തെ ഭയന്നുകൊണ്ട് മാത്രമാണ് അതിൽ രക്ഷപ്പെടുവാനുള്ള മാർഗമാണ് സ്വീകരിച്ചത്. അതേസമയം ഇഹ്തിസാബ് എന്ന് പറയുമ്പോൾ പ്രതിഫലമാണ് കാക്ഷിക്കുന്നത്. പ്രതിഫലം അതിന്റെ വഴികൾ ധാരാളമാണ്. അതിൽപ്പെട്ടതാണ് ലൈലത്തുൽ ഖദ്റിൽ നിന്ന് നിസ്കരിക്കുക എന്നുള്ളത്.